ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെയൊരു നല്ല അവസരം ദാനമായി തന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും കരയറ്റുന്നു. 55-ാം സങ്കീർത്തനം അതിൻ്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ യഹോവ ഒരു നാളും സമ്മതിക്കുകയില്ല. ഇവിടെ നാം കാണുന്നത് നമ്മുടെ ഭാരം നമ്മുടെ കർത്താവിൻ്റെ മേൽ വെച്ചുകൊള്ളുവാനാണ്. നാം ഭാരം ചുമക്കേണ്ട ആ ഭാരം കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കുവാനാണ്. എന്നാൽ പലപ്പോഴും നാം നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്നവരായി തീരുന്നത് കൊണ്ട് നമുക്ക് മുന്നേറുവാൻ കഴിയാതെ ആകുന്നു. നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ യഹോവ സമ്മതിക്കത്തില്ല. നമ്മെ കുലുക്കുക മാത്രമല്ല, നമ്മെ തകർത്ത് കളയാനാണ് ശത്രു പദ്ധതിയിടുന്നത്. എന്നാൽ നമ്മെ സൂക്ഷിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. 1 പത്രോസ് 5:7 നാം വായിക്കുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. അപ്പോൾ നമ്മോട് കൂടെയുള്ള കർത്താവ് നമുക്കായി കരുതുന്ന കർത്താവാണ്. നമ്മുടെ ചിന്താകുലങ്ങൾ എല്ലാം, നമ്മെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളൊക്കെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ആയിരിക്കാനാണ് കർത്താവ് നമ്മോട് പറയുന്നത്. നാം ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ കർത്താവ് മുൻകൂട്ടി കരുതി വെച്ചിട്ടുണ്ട്. ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം, നമുക്ക് വിശ്വസിക്കാം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത, കരുതുന്ന ദൈവം കൂടെയുള്ളപ്പോൾ വ്യാകുലം എന്തിന്? മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 20 വരെയുള്ള വേദഭാഗ്യങ്ങൾ വായിച്ചാൽ ഈ വചനഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണ്. അവിടെ നാം കാണുന്നത്, യേശു നിർജ്ജനമായ ഒരു പ്രദേശത്തേക്ക് പോയപ്പോൾ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. ആ വലിയ പുരുഷാരത്തെ കണ്ട് യേശു മനസ്സലിഞ്ഞു. അവിടെ വന്നതായ രോഗികളെയെല്ലാം യേശു സൗഖ്യമാക്കി. അതിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമേ എന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് പറയുകയാണ്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവിൻ. ഇവിടെ അവർ ആയിരിക്കുന്ന സ്ഥലം മരുഭൂമിയാണ്. ഒന്നും തന്നെ ലഭിക്കുവാൻ സാധ്യത ഇല്ലാത്ത ഒരു സ്ഥലം. എന്നാൽ ജനത്തിന് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ കൊടുക്കുവീൻ എന്ന് യേശു അവരോട് പറഞ്ഞു. അപ്പോൾ അവർ അവനോട് പറയുകയാണ്, 5 അപ്പവും 2 മീനുമല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് അവർ പറഞ്ഞു. അത് ഇങ്ങു കൊണ്ടുവരുവീൻ എന്ന് യേശു പറഞ്ഞു. കൂടി വന്നതായ പുരുഷാരത്തെയൊക്കെയും പുല്ലിന്മേൽ ഇരുത്തി 5 അപ്പവും 2 മീനും സ്വർഗത്തിലേക്ക് നോക്കി അതെടുത്ത് വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. ഇവിടെ യേശുവിൻ്റെ കൂടെ നാം ആയിരുന്നാൽ അസാധ്യമായ മേഖലകളെ കർത്താവ് സാധ്യമാക്കി തരും. മാത്രമല്ല, ശൂന്യമായ മരുഭൂമിയുടെ അനുഭവം ആയിരുന്നിട്ടും അവിടെയും നിറവിൻ്റെ അനുഭവത്തിലേക്ക് നയിച്ചു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ചതായിട്ടുള്ള അപ്പം 12 കൊട്ട നിറച്ചെടുത്തു. പ്രിയ ദൈവത്തിലെ, നിൽക്കുന്ന ഇടം ശൂന്യമായാലും മുമ്പിലുള്ള വിഷയം എങ്ങനെ നടക്കും എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ടാണോ ആയിരിക്കുന്നത്? ആ വിഷയം കർത്താവിൻ്റെ കരത്തിലേക്കൊന്ന് വിട്ടുകൊടുക്കാമോ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാൻ ശക്തനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോൾ ഏതെങ്കിലും വിഷയത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവേ, ഇത് എങ്ങനെയായി തീരും എന്നുള്ള ഒരു ചോദ്യമാണ് മുൻപിലുള്ളത് എങ്കിൽ കരുതുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. നാം ആ വിഷയത്തിൽ എത്തിച്ചേരുന്നതിന് മുന്നമേ തന്നെ നമുക്ക് വേണ്ടി കർത്താവ് ചിലത് കരുതി വെച്ചിട്ടുണ്ട്. കർത്താവ് ചിലത് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. ആ കർത്താവിൽ ഒന്ന് വിശ്വസിക്കാം. ദൈവമായ കർത്താവ് അതിനായി സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.